ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയ്സ് നാറ്റ്മേ ശുശ്രൂഷയാണ്. ഇന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. മന്ദമായി നല്ലിളം പുല്ലിൽ വീഴുന്ന ഹിമഗണ സന്നിഭം, മന്ദമായി നല്ലിളം പുല്ലിൽ വീഴുന്ന ഹിമഗണ സന്നിഭം, സുന്ദരമാമൊഴി ജീവനാനന്ദം വളർത്തട്ടെ ഞങ്ങളിൽ സത്യസഭാപതി യേശുവേ. നിത്യം ജയിക്ക കൃപാനിധേ സത്യസഭാപതി യേശുവേ. നിത്യം ജയിക്ക കൃപാനിധേ. പ്രാർത്ഥനയോടുകൂടെ നാം ഉൽപ്പത്തി പുസ്തകം 39 അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അങ്ങ് ശ്രദ്ധിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീക ശുശ്രൂഷയാണ്. ഉൽപ്പത്തി പുസ്തകത്തെ അധികരിച്ചുള്ള 297 എപ്പിസോഡിലേക്ക് ഹാർദമായി സ്വാഗതം. 39 അധ്യായം 1 വാക്യം ആദ്യ ഭാഗം അങ്ങേ വായിച്ചു കേൾപ്പിക്കാം. എന്നാൽ യോസഫിനെ മിസ്രൈമിലേക്ക് കൊണ്ടുപോയി. മിദ്യാന്യ കച്ചവടക്കാർ അവനെ മിസ്രൈമിലേക്ക് കൊണ്ടുപോയെങ്കിലും ദൈവത്തിൻ്റെ അനാദി നിർണയങ്ങൾ ഇതിൻ്റെ എല്ലാം പിന്നിലുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന വിഷയങ്ങളാണ്. തന്നെയുമല്ല, യോസഫിനെ സംബന്ധിച്ചും ഈ കാര്യത്തിൽ വളരെ വ്യക്തമായിട്ടുള്ളൊരു ബോധ്യം സ്വർഗത്തിലെ ദൈവം കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് പിന്നീടുള്ള ഭാഗങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനും മനസ്സിലാക്കുവാനും കഴിയുന്നുണ്ട്. 45 അധ്യായം ഉൽപ്പത്തി പുസ്തകം 5 വാക്യത്തിലേക്ക് വരുമ്പോൾ തൻ്റെ സഹോദരന്മാർ മിസ്രൈമിൽ തൻ്റെ മുൻപിൽ നിൽക്കുന്ന ആ സമയത്ത് അവരോട് പറയുന്ന ഒരു വാക്ക് ഇത് വ്യക്തമാക്കുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. യോസഫിൻ്റെ വാക്കുകളാണ് അങ്ങ് കേൾക്കുന്നത്. എന്നെ ഇവിടെ വിറ്റതുകൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട. ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുൻപേ അയച്ചതാകുന്നു. നോക്കുക, എത്ര വലിയ ബോധ്യമാണ് യോസഫിന് കർത്താവ് തന്നത്. നാം ഓർക്കേണ്ടുന്ന വിഷയം, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏത് കാര്യത്തിനും കർത്താവിൻ്റെ ഹിതത്തിൻ്റെ പാതയിൽ നാം യാത്ര ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിൽ ദൈവിക ഉദ്ദേശങ്ങളുണ്ട് എന്നുള്ളതാണ്. അത് തന്നെയുമല്ല, കർത്താവിൻ്റെ ആത്മാവിൽ ശരണപ്പെട്ട് നാം ദൈവകൃപയ്ക്ക് വിധേയരായിട്ട് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ ദൈവത്തിൻ്റെ ബോധ്യം നമ്മുടെ ഹൃദയങ്ങളിൽ തരുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിലുണ്ട്. അതല്ലേ ഇവിടെ കാണുവാൻ കഴിയുന്നത്. വാസ്തവത്തിൽ സഹോദരന്മാരാൽ വിൽക്കപ്പെട്ട് വളരെ സങ്കടത്തിലൂടെ കടന്നു പോകുന്ന യോസഫ് പിന്നീട് താൻ ഉയർത്തപ്പെട്ടപ്പോൾ അവരെ അടുത്ത് കിട്ടിയ സമയം വേണമെങ്കിൽ പ്രതികാരം ചെയ്യാമായിരുന്നു. പ്രതികാരം ചെയ്യുവാനുള്ള മാനുഷിക നില, ആ ഉയർച്ച ദൈവം യോസഫിന് നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ കർത്താവിൻ്റെ ബോധ്യമുള്ള മനുഷ്യൻ കർത്താവിൻ്റെ ഹൃദയത്തോടുകൂടെ പെരുമാറിയ ചരിത്രമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവത്തിൻ്റെ അനാദി നിർണയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറപ്പെടുന്നുവെന്നുള്ള ബോധ്യം ദൈവാത്മാവ് നമുക്ക് ശക്തമായി തരുമ്പോൾ ആ ബോധ്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിപ്പാനുള്ള കൃപയും ആത്മീക തൻ്റെടവും പക്വതയും ദൈവം നമുക്ക് തരും. മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതിനപ്പുറത്തേക്കുള്ള ക്ഷമയും ദൈവികമായിട്ടുള്ള സ്വഭാവങ്ങളും നമ്മളിൽ വിളങ്ങിക്കാണും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. ഇവിടെ ഇതാ യോസഫിൻ്റെ ജീവിതം അതിന് നല്ല ഒരു ഉദാഹരണമായി നമ്മുടെ മുൻപിൽ ദൈവത്തിൻ്റെ ആത്മാവ് വരച്ചു കാണിക്കുകയാണ്. 39 അധ്യായത്തിൻ്റെ ആരംഭത്തിൽ യോസഫിനെ മിസ്രൈമിലേക്ക് മിദ്യാന്യ കച്ചവടക്കാർ കൊണ്ടുപോയി എന്ന് നമ്മൾ ഓർക്കുകയുണ്ടായി. അങ്ങനെ വിറ്റുകളഞ്ഞുവെങ്കിലും അവരെ മിദ്യാന്യ കച്ചവടക്കാർ മിസ്രൈമിൽ എത്തിക്കുന്നുവെങ്കിലും നിയന്ത്രണം ദൈവത്തിൻ്റെ കരങ്ങളിലാണ് എന്ന് നമുക്ക് പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്ന വിഷയമാണ്. അങ്ങനെയാണെങ്കിൽ എന്തിന് യോസഫെ അങ്ങ് ഭയപ്പെടണം? ഈ നിർണയം യോസഫിൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് വിശ്വസ്തയോടെയും വിശുദ്ധിയോടെയും ജീവിപ്പാനായിട്ട് ആ മനുഷ്യന് കഴിഞ്ഞത്. നമ്മുടെ ജീവിതങ്ങളിൽ ദൈവിക ബോധ്യങ്ങൾ നഷ്ടപ്പെടരുത്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ബോധ്യങ്ങൾ ഒരു കാലത്തും ഒളിമങ്ങാതെ
നാം സൂക്ഷിക്കുന്നവരാണെങ്കിൽ ഏത് ജീവിത സാഹചര്യങ്ങളിലും ആദ്യത്തെ സ്ഥാനം നമ്മൾ കർത്താവിന് കൊടുക്കുന്നവരാകും. നാം ദൈവത്തെ മനസ്സിലാക്കുന്നവരാകും. അങ്ങനെയാണെങ്കിൽ സാഹചര്യങ്ങൾക്ക് അതീതമായിട്ടുള്ള ആത്മീക ധൈര്യം ദൈവം നമുക്ക് തരും എന്നുള്ളതിന് ഒരു സന്ദേഹത്തിൻ്റെയും ആവശ്യമില്ല. ഒരുപക്ഷെ സഹോദരന്മാർ നമ്മെ തള്ളിപ്പറഞ്ഞേക്കാം. അവരുടെ നേട്ടത്തിനും നിലനിൽപ്പിനും അവരുടെ സ്ഥാപിത താല്പര്യങ്ങൾക്കുമായി നമ്മെ വിറ്റുകളഞ്ഞുവെന്നും വന്നേക്കാം. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സഹോദരന്മാരിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ ആഞ്ഞടിച്ചേക്കാം. എന്നാൽ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ഒരു മനുഷ്യനും യാതൊരു മാനുഷിക സാഹചര്യങ്ങൾക്കും നമ്മെ കരുതുന്ന സ്വർഗത്തിലെ അപ്പൻ്റെ കരങ്ങളിൽ നിന്ന് എടുത്തു കളയുവാൻ ശക്തിയുള്ളതല്ല എന്ന് നാം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുവാനായിട്ടുള്ള കൃപയും ഉണ്ടാകും. അത് ദൈവം തരും എന്നുള്ളതിന് യാതൊരു സംശയത്തിൻ്റെയും ആവശ്യമില്ല. ഈ ഭാഗത്തിൽ നിന്ന് നാം മുന്നോട്ട് പോകുമ്പോഴും എത്രയോ പരീക്ഷകളും എത്രയോ സങ്കടങ്ങളും എത്രയോ കണ്ണുനീരിൻ്റെ ദിനരാത്രങ്ങളും ഹൃദയഭേദകമായ അനേക അനുഭവങ്ങളുമൊക്കെ യോസഫിനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ കാക്കപ്പെടുന്നതുകൊണ്ട് അവൻ ജയാളിയായി പുറത്തേക്ക് വരുന്ന ചരിത്രം നമുക്ക് കാണുവാൻ കഴിയുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, അങ്ങ് കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അങ്ങയ്ക്ക് തീർച്ചയായിട്ടും കരുതുന്ന കരങ്ങളുടെ ആ പരിപാലനം അനുഭവിപ്പാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങയ്ക്ക് ദൈവത്തിൽ കൂടുതലായിട്ടുള്ള ആശ്രയം ഉണ്ടാകും. ദൈവത്തോട് കഴിഞ്ഞ കാലങ്ങളെക്കാളേറെ നന്ദിയുള്ള ഹൃദയം കാത്തു സൂക്ഷിക്കാനായിട്ട് കഴിയും. എന്നെ ശ്രദ്ധിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും ഇതൊരു പ്രബോധനമായി ഓർമ്മപ്പെടുത്തുവാൻ ക്രിസ്തുവിൽ ഞാൻ ശരണപ്പെടുകയാണ്. അതുതന്നെയുമല്ല, എന്നെ ശ്രദ്ധിക്കുന്ന ഓരോ വ്യക്തികളോടും ഞാൻ ചോദിക്കട്ടെ, ജീവിത സാഹചര്യങ്ങൾ മാറിമറിഞ്ഞാലും ഒരുപക്ഷെ നാം പ്രതീക്ഷിക്കാത്തത് ജീവിതത്തിൽ വന്നു ചേർന്നാലും അങ്ങേ കരുതുന്ന ഒരു ദൈവം സ്വർഗീയ പിതാവായി ഹൃദയത്തിലുണ്ടോ എന്ന് പരിശോധിക്കുവാനായിട്ട് ഈ സമയം വേർതിരിക്കണം. ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധികളിലും ദൈവത്തിൻ്റെ പരിപാലനം അങ്ങയ്ക്ക് അനുഭവിക്കുവാൻ കഴിയണമെങ്കിൽ അങ്ങ് ദൈവ പൈതലായി മാറണം. യേശുക്രിസ്തുവിലൂടെയുള്ള ആത്മരക്ഷ കരഗതമാക്കുവാൻ സാധിക്കണം. അതിന് മാനുഷിക ശ്രമങ്ങൾ ആവശ്യമില്ല. എന്നാൽ വിശ്വാസത്തോടുകൂടെ യേശുക്രിസ്തു മരിച്ചത് അങ്ങയുടെ പാപത്തിൻ്റെ പരിഹാരത്തിനാണെന്നും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ അങ്ങയ്ക്ക് നിത്യജീവൻ ലഭിക്കുമെന്നും മനസ്സിലാക്കണം. അങ്ങ് പാപിയാണെന്ന് ദൈവത്തോട് സമ്മതിക്കുകയും യേശു കർത്താവിനെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്താൽ അങ്ങയ്ക്കൊരു ദൈവ പൈതലായി തീരാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ളവർക്ക് മാറിമറിയുന്ന ജീവിത തിരമാലകൾക്കപ്പുറത്ത് നമ്മെ കരുതുന്ന കർത്താവിൻ്റെ ആ സ്നേഹമുള്ള കരം കണ്ട് ദൈവത്തെ സ്തുതിപ്പാനായിട്ട് സാധിക്കും. ഈ ചിന്തകളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഭംഗമില്ലാത്ത പ്രത്യാശയിൽ തുങ്കമോദന ഈ ജീവിത ഭംഗമില്ലാത്ത പ്രത്യാശയിൽ തുങ്കമോദന ഈ ജീവിത രംഗം സുമംഗളമാക്കുവാൻ സംഗതിയാക്കുക നായക സത്യസഭാപതിയേശുവേ നിത്യം ജയിക്ക കൃപാനിധേ സത്യസഭാപതിയേശുവേ നിത്യം ജയിക്ക കൃപാനിധേ.